പറയുന്നത് ജബ്ബാർ മൗലവി മുശ്രിക്കായി എന്ന് യഥാർത്ഥത്തെ ഔദ്യോഗിക വിഭാഗം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്തുണക്കുന്നില്ല ആരും. അങ്ങനെ അദ്ദേഹം പറഞ്ഞ വാദവുമായി അദ്ദേഹം ഇങ്ങനെ നാട്ടിലാകപ്പാടെ ഒയഞ്ഞു നടക്കുകയാണ് അല്ല, അദ്ദേഹത്തിന്റെ വാചകം അടർത്തിയെടുത്തതാണെന്ന് വ്യക്തമായി ഇവിടെ ഇതാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ് അനസ് മൗലവി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം വളരെ മുമ്പ് തന്നെ ഓട്ടയടച്ച് മുന്നോട്ട് പോയ സംഗതിയാണ്. പിന്നെ ചില കാര്യലാഭത്തിന് വേണ്ടി, ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി ഇത്തരത്തിലുള്ള സംഗതികൾ കൊത്തിവലിച്ച് രണ്ടാമതും ചർവിത ചർവണം ചെയ്യുന്നവരുടെ മനസ്ഥിതി എത്രത്തോളം മോശമാണെന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പൊ ഇനി ജബ്ബാർ മൗലവിയുടെ ഈ ലേഖനം അടർത്തിയെടുത്തതാണെന്ന് വ്യക്തമായി പത്രാധിപർ പറഞ്ഞു. ജബ്ബാർ മൗലവി തന്നെ ഒരു അഭിമുഖത്തിൽ ആ കാര്യം ഏറ്റു പറയുന്നു. അതോടുകൂടി നിങ്ങളുടെ ചീട്ടുകൊട്ടാരം സഹോദരങ്ങളെ തകർന്നു വീഴാണ്. കേട്ടോളൂ. ജിന്നിനോടോ മലക്കിനോടോ പ്രാർത്ഥിക്കാമെന്ന് താങ്കൾക്ക് വാദമുള്ളതായി കേൾക്കുന്നു. സത്യത്തിൽ താങ്കൾക്ക് അത്തരത്തിലൊരു വാദമുണ്ടോ? ജിന്നിനോടും മലക്കിനോടും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന സംശയമാണ് പലരും ചോദിക്കുന്ന ചോദ്യം. അങ്ങനെ നേരിട്ട് ചോദിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. പലരും ചോദിക്കാതെ ഉദ്ദേശിക്കാതെ പ്രചരിപ്പിക്കുക ചെയ്യുന്നത്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആരോട് പ്രാർത്ഥിക്കുന്ന ശിഷ്ടാണ്. പിന്നെന്ത് ജിന്ന് ഇന്ന് സൃഷ്ടിയല്ലേ, ഏത് സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എവിടേക്കും പറഞ്ഞു. എങ്കിൽ ജിന്നുകളോട് സഹായം തേടാമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വേറെ എന്താ പറയുന്നത്, സഹായം ചോദിക്കാമോ? ഞാൻ വാസ്തവത്തിൽ അങ്ങനെ ഒരു വിഷയം ജിന്നുകളോട് സഹായം ചോദിക്കാമെന്നോ അല്ലെങ്കിൽ ചോദിക്കേണ്ടതാണ് എന്നോ എവിടെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എഴുതി പറഞ്ഞത് എഴുതിയത് കാണിച്ചു തരാൻ കഴിയും? അങ്ങനെ സഹായം ചോദിക്കണമെന്ന്, അത് സഹായം ചോദിക്കാമെന്ന് പറഞ്ഞത് വേറെ, അത് വിഷയം വേറെ. അതൊരു മുസ്ലിമുമായുള്ള എഴുത്തുകളിൽ അത് എപ്പോഴും പ്രാർത്ഥന ആവുക, പ്രാർത്ഥന അല്ലാതാവുക എന്ന കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് എന്തായിരിക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു പ്രചരണം. അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ചോദിക്കട്ടെ, ജിന്നുകളോട് സഹായം തേടാമെന്നെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്? സഹായം തേടാമോ, സഹായം ആവശ്യപ്പെടാമോ? എവിടെ എഴുതിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇല്ലാത്തത് പ്രചരിപ്പിക്കുകയാണ്. അതാ പറയുന്നത്, അല്ലാഹുവിന്റെ ഏത് സൃഷ്ടിയാകട്ടെ, ഏതൊരു സൃഷ്ടിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല, പ്രാർത്ഥന ആവുന്ന രൂപത്തിലുള്ള സഹായാർത്ഥന പാടില്ല, അത് തിരിച്ചാകുന്നു. ഏത് സൃഷ്ടിയാകട്ടെ, അവിടെ ജിന്നാവട്ടെ, മനുഷ്യനാവട്ടെ, മലക്കാവട്ടെ, മറ്റേതും ആവട്ടെ, അതേ പ്രകാരം ജിന്നുകളോട് ആ അദൃശ്യ ജീവികളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അത് എഴുതിയിട്ടില്ല. അങ്ങനെ ചോദിക്കാമെന്ന്, ജിന്നുകളോട് സഹായം ചോദിക്കാമെന്ന് എഴുതിയതായിട്ട് അല്ലെങ്കിൽ പറഞ്ഞതായിട്ട്, അല്ലെങ്കിൽ സഹായം ചോദിക്കണം, അത് ചോദിക്കേണ്ടതാണ്, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇല്ലാത്തത് വെറുതെ ഇങ്ങനെ ആരോപിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് എഴുതിയതായി കാണിച്ചു തരാൻ സാധ്യവുമല്ല. ആ മനുഷ്യൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. മാത്രമല്ല, ഒരു AP വിഭാഗത്തിലെ ഒരു സഖാഫി ഇറക്കിയ ആദർശ ഡയറി എന്ന ആദർശമില്ലാത്ത ഡയറിക്ക് മറുപടി നൽകിയ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന പുസ്തകത്തിൽ പോലും വ്യക്തമായി അദ്ദേഹം ആദരവിന്റെ പ്രാർത്ഥനയുടെ വശം പറഞ്ഞിടത്ത് ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാളെ പറ്റിയാണോ ഒരു ഭയവുമില്ലാതെ ശിർക്കിലേക്ക് പോയി അദ്ദേഹം മുശ്രിക്കായി എന്ന് മുദ്ര കുത്തുന്നത്? അത്തരക്കാരായ ആളുകൾക്ക് ഇഹലോകത്തും പരലോകത്തും ഉണ്ടാകുന്ന നിന്ദത എന്താണെന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. അപ്പോ ഇസ്ലാഹ് മാസിക വായിച്ചുകൊണ്ട് അനസ് മൗലവി വ്യക്തമാക്കി, പത്രാധിപരുടെ ഉദ്ധരണിയും വ്യക്തമാക്കി, ജബ്ബാർ മൗലവി വ്യക്തമാക്കി. ഇനിയും സംതൃപ്തിയില്ലാത്ത അഭിനവ മടവൂരികൾ ഇതുമായി ഊരിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോളൂ, പഠിച്ചോളൂ. ജബ്ബാർ മൗലവിയെ ഒരു സദസ്സിൽ സാക്ഷിയായി നിർത്തി അനീഫ് കായക്കൊടിയും അനസ് മൗലവിയും വ്യക്തമായി ഉദ്ധരിക്കുന്നു. അങ്ങനെ ഒരു വാദം ഇസ്ലാഹി പ്രസ്ഥാനത്തിനില്ല, ജബ്ബാർ മൗലവിക്കുമില്ല, ഇസ്ലാം മാസികക്കുമില്ല. സുബ്ഹാനല്ലാഹ്. ഈ സത്യമെല്ലാം തുറന്നു പറയാൻ, ഈ അന്ധവിശ്വാസത്തിന്റെ മാറാപ്പിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പുകമറയിൽ നിന്നും കൃത്യമായി തൗഹീദി പ്രബോധകരെ രക്ഷിക്കുവാൻ, ഈ പ്രബോധന മേഖലയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന കീറാമുട്ടികളുടെ തനി സ്വഭാവവും അവരുടെ ഹൃദയത്തിൽ രൂഢം കൊണ്ടിട്ടുള്ള നിഫാഖും കാണിക്കുവാൻ അല്ലാഹു തആല അവസരം നൽകിയതിൽ 1000 തവണ അവനെ സ്തുതിക്കുകയാണ്. കേട്ടോളൂ നിങ്ങൾ. മൗലവിയുടെ വാചകത്തെ സന്ദർഭത്തിൽ നടത്തി മാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു.
അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പ്രബോധനത്തിന്റെ മുഴുവൻ മേഖലകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ ഒരു വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർവ്യാഖ്യാനത്തിന്റെ ആഴമാണ് നമുക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന ഈ ആദർശം മുജാഹിദുകൾ പറയുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ അനിവാര്യതയും ഇവിടെ വിശദീകരിക്കപ്പെട്ടു. അതേപോലെ വ്യക്തമായ ആ വിഷയത്തിൽ അബ്ദുറഹ്മാൻ സലഫിയും മറുപടി പറയുന്നു. ഇതേപോലെ തന്നെ സക്കരിയ സ്വലാഹി എന്ന് മൂപ്പര് പറഞ്ഞു നടക്കുന്നു. ആ സക്കരിയ സ്വലാഹി ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയത് അദ്ദേഹത്തിന്റെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടിയും നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഈ CD വിതരണം ചെയ്യല്ലാതെ വേറെന്താ ചെയ്യാ? ഇതാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾക്ക് വേറെ അജണ്ടയില്ല, നിങ്ങൾക്ക് വേറെ ആദർശമില്ല, നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റ് എന്തെങ്കിലും കാര്യമായി ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് ഇറങ്ങാനില്ല. സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സ്വലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇതേപോലെ തന്നെ സക്കരിയ സ്വലാഹി എന്ന് മൂപ്പര് പറഞ്ഞു നടക്കുന്നു. ആ സക്കരിയ സ്വലാഹി ഈ കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായി എഴുതിയത് അദ്ദേഹത്തിന്റെ ലഘുലേഖയുണ്ട്. ആ ലഘുലേഖയിൽ കൃത്യമായി ഓരോ ചോദ്യത്തിനും മറുപടിയും നൽകിയിട്ടുണ്ട്. മറുപടി എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. പിന്നെ എന്താ ഈ CD വിതരണം ചെയ്യല്ലാതെ വേറെന്താ ചെയ്യാ? ഇതാണ് നിങ്ങളുടെ ആദർശം. നിങ്ങൾക്ക് വേറെ അജണ്ടയില്ല, നിങ്ങൾക്ക് വേറെ ആദർശമില്ല, നിങ്ങൾക്ക് ഈ സമൂഹത്തിന്റെ മുമ്പാകെ മറ്റ് എന്തെങ്കിലും കാര്യമായി ഒരു പ്രവർത്തനവുമായി രംഗത്തേക്ക് ഇറങ്ങാനില്ല. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രംഗത്ത് വന്ന് അതിന്റെ വസ്തുത വെളിപ്പെടുത്തിയതാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ജബ്ബാർ മൗലവിയെ ഈ രൂപത്തിൽ ഒരു ലേഖനത്തിന്റെ പേരിൽ, ഒരു ഫൈസിക്ക് നൽകിയ മറുപടിയുടെ പേരിൽ ഇത് ആരോപിച്ച ആളുകൾ അദ്ദേഹത്തെ മാത്രമല്ല വേട്ടയാടിയത്, മറിച്ച് KK സക്കരിയ സ്വലാഹി ഒരിക്കലും ആ ലേഖനം എഴുതാത്ത ആളാണ്, അങ്ങനെ ഒരു വാദം പഠിപ്പിച്ചിട്ടില്ലാത്ത ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പേരിലും ഈ വാദം രണ്ടാമതും ഉന്നയിക്കപ്പെട്ടു മടവൂരികൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി കാസർഗോഡ് മുഖാമം നടത്തിയപ്പോൾ അനവധി മടവൂരികൾ ആരോപണം കേട്ട് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളും പിന്നെ മടവൂരിസം തന്നെ ഹൃദയത്തിൽ കയറിക്കൂടിയ ചില ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് എഴുതിക്കൂട്ടി ചോദിച്ചപ്പോ പച്ചയായി സ്വലാഹി അതിനെ വിശദീകരിച്ചു. അനസ് മൗലവി പറഞ്ഞ പോലെ, കായക്കൊടി പറഞ്ഞ പോലെ, ഇസ്ലാം മാസികയിൽ പത്രാധിപർ പറഞ്ഞ പോലെ ഒരു മാറ്റമില്ലാതെ കേട്ടോളൂ. പുതിയൊരു വാദമല്ല, പഴയ വാദം, എല്ലാവരുടെയും വാദം കേട്ടോളൂ. അമ്പലക്കടവ് പൈസ അതൊക്കെ ശിർക്കായി ചിത്രീകരിച്ചപ്പോ അതിലൊന്നും നിങ്ങൾക്ക് തെളിവില്ല, അതൊന്നും ശിർക്കാവില്ല. നബിയോ സഹാബത്തോ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നിനെ വിളിച്ചിട്ടില്ല. ഉണ്ടോ? മലക്കിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആ സാധനം നിർത്തി ഇങ്ങോട്ട് കൊണ്ടേക്ക്, ഈ സാധനം നിർത്തി അങ്ങോട്ട് കൊണ്ടേക്ക്, അല്ലെങ്കിൽ കടലിൽ പോയിട്ട് മുത്തെടുത്തോണ്ട്, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ചെയ്തിട്ടില്ല. നമുക്കതിൽ മാതൃകയുമില്ല. നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അമ്പലക്കടവ് പൈസ അതൊക്കെ ശിർക്കായി ചിത്രീകരിച്ചപ്പോ അതിലൊന്നും നിങ്ങൾക്ക് തെളിവില്ല, അതൊന്നും ശിർക്കാവില്ല. നബിയോ സഹാബത്തോ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ജിന്നിനെ വിളിച്ചിട്ടില്ല. ഉണ്ടോ? മലക്കിനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. ആ സാധനം നിർത്തി ഇങ്ങോട്ട് കൊണ്ടേക്ക്, ഈ സാധനം നിർത്തി അങ്ങോട്ട് കൊണ്ടേക്ക്, അല്ലെങ്കിൽ കടലിൽ പോയിട്ട് മുത്തെടുത്തോണ്ട്, ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ചെയ്തിട്ടില്ല. നമുക്കതിൽ മാതൃകയുമില്ല. നബി അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു വാദം സഹോദരങ്ങളെ ആർക്കുമില്ല, ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷേ ഈ ഖുറാഫാത്ത് സ്ഥാപിക്കാൻ ദഈഫായ ഒരു ഹദീസ് ഉദ്ധരിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തു എന്നതിലപ്പുറം ഒന്നും ഈ വിഷയത്തിൽ ഇല്ല. എന്നാൽ മടവൂരികളോ ചെറിയ മുണ്ടത്തിന്റെ പുസ്തകത്തില്, അതുപോലെ തന്നെ ശബാബില് സുലൈമാൻ നബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതേ കാര്യങ്ങൾ എത്ര തവണ എഴുതിയിട്ടുണ്ട്, എന്തൊക്കെ നിങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ യഥാർത്ഥത്തിൽ എന്നാ ശിർക്കാകണ്ടേ, നവയാഥാസ്തികമാകണ്ടേ? സഹോദരങ്ങളെ, മുഖാമുഖം കേരളത്തില് ഈ സ്വമതിയത്ത് വാദവുമായി നടന്നിരുന്ന ബോമനും മോളിയും അഥവാ അലി സഖാഫിയും സുലൈമാൻ സഖാഫിയും ഒരുപാട് കാലം 300ഓളം വ്യാജ മുഖാമുഖം നടത്തി സമൂഹത്തിൽ നെളിഞ്ഞു നിന്ന് KK സക്കരിയ സ്വലാഹിയുടെ അതുപോലെയുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കിട്ടി.
അവിടെ വെച്ച് ഇവരുടെ സ്വമതീയത്ത് എന്ന പിഴച്ച മണൽക്കോട്ട ഇവർ വാദിച്ച് തെളിയിക്കാൻ കൊണ്ടുവന്നു. സക്കരിയ സ്വലാഹി അത് ഒടിച്ച് കയ്യിലാണ് കൊടുത്ത്. മണ്ണാർക്കാട് സംവാദം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നട്ടല സഖാഫികൾക്ക് അതിന്റെ ഗുണഫലങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളക്കര. ആ സംവാദത്തില് വ്യക്തമായി സഹോദരങ്ങളെ ഈ ഹദീസ് ഉദ്ധരിച്ച് മുസ്ലിയാക്കന്മാര് ദുർവ്യാഖ്യാനം ചെയ്തു. സ്വലാഹി അന്ന് കൊടുത്തിട്ടുള്ളല്ലോ മറുപടി. അന്ന് കൊടുത്ത മറുപടി ഉണ്ടായിട്ട് അവിടെ സദസ്സിലിരുന്ന ഒരു പണ്ഡിതന്മാർക്കും പടച്ചോനെ ഇത് ശിർക്കാണല്ലോ, ഇയാൾ ശിർക്കക്ക് കൊണ്ടുപോവുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നീട് സ്വലാഹിക്ക് നേരെ ആരും ഒരു നടപടി എടുത്തിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എന്താ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആരും വേണ്ടിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തറവാടില്ലാത്തവർ വലിയ തറവാട്ടിലേക്ക് എത്തി നോക്കിയിട്ട് ഇവിടെ ഉള്ള വല്ല പാത്രത്തിന്റെ ജനലിന് കട്ടിലേക്ക് ഒച്ച കേട്ടിട്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കണമെന്നല്ലാതെ എന്തായാലും അർത്ഥമുള്ളത്. മണ്ണാർക്കാട് സംഭവത്തിൽ ആ സുന്ദരമായ രംഗം ഒന്ന് കണ്ടോളൂ. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക് ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും മുറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്. വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട തവസ്സുല അവിടെ. ഹദീസുള്ളതിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക. മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി യഗീസൂനി എന്ന് കൽപ്പനയുണ്ട് എന്നാ. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ നമ്മൾ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങൾ ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിനാദയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി ഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ഇവർക്ക് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടുവരേണ്ടത്. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. സഹോദരങ്ങളെ, ഈ ഹദീസ് ദുർബലമാണ്. ഇത് ആശയദാരിദ്ര്യം കൊണ്ട് ഉദ്ധരിച്ചിട്ട് അത് ഇവർ നടത്തുന്ന ഈ പ്രാർത്ഥനയ്ക്ക് തെളിവാക്കിയപ്പോൾ പറഞ്ഞു അത് തെളിവാവൂല. കാരണം അതിലൊരിക്കലും എന്തില്ല, ഈ പ്രാർത്ഥനയിലേക്ക് പോകുന്ന ഒരു വിളി അതിലില്ല. അതിന്റെ ആ വസ്തുത പറഞ്ഞു. എന്നാൽ ഹദീസ് അനുസരിച്ച് ജിന്നിനെ വിളിക്കാം, മലക്കനെ വിളിക്കാം, സ്വലാഹിക്ക് വാദണ്ടോ, അങ്ങനെ ആരെയും പ്രചരിപ്പിക്കണ്ടോ? ഇല്ല. പക്ഷെ ഏറ്റുമുട്ടുമ്പോൾ തെളിവുകളുടെ മുമ്പിൽ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന പ്രഗത്ഭ പണ്ഡിതരായ മജീദ് സ്വലാഹി, അനീഫ് കായക്കൊടി, ജബ്ബാർ മൗലവി, മറ്റു അനവധി ജാമിയ നദവിയിലെ പ്രഗത്ഭ അധ്യാപകർ, ഒരാൾക്കും സംശയം ഉണ്ടായില്ലല്ലോ, ഒരാൾക്കും അസ്വസ്ഥത ഉണ്ടായില്ലല്ലോ, ഇത് ശിർക്കിലേക്കുള്ള വിളിയാണെന്ന് തോന്നിയില്ലല്ലോ. ഇല്ല. എന്തുകൊണ്ട്? അതാണ് കൃത്യമായ നിലപാട് എന്ന് അനസ് മൗലവി തന്നെ ഈ പ്രബോധന മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വം തന്നെ പറയുന്നു. കേട്ടോളൂ സഹോദരങ്ങളെ. പല പ്രസംഗങ്ങളിലും ഉള്ളത് അത് സക്കരിയ സലാഹി പറഞ്ഞത് എന്താണ് എന്ന് അതിന്റെ പൂർണ്ണരൂപത്തിൽ കേൾക്കാതെ മനസ്സിലാക്കാതെ ആ വാദമുണ്ട് എന്ന് വരുത്തിയിട്ട് ആ രൂപത്തിൽ വിഷയം കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല. ഇനി സക്കരിയ സലാഹി വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ വാദമുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് വാദമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ പിന്നെ എന്താ? പിന്നെ ആർക്കാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജിന്നോട് പ്രാർത്ഥിക്കുന്ന ആളാണ് വരുത്തി തീർക്കേണ്ടത്? ആ ദുർമോഹം മനസ്സിൽ വെച്ചാൽ മതി. ആ ദുർമോഹം വേണ്ടതില്ല. അവിടെ ഇരിക്കൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ദുർമോഹം വേണ്ടതില്ല. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് എന്താണ്? സക്കരിയ സലാഹി പറഞ്ഞു എന്നാണോ? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല.
എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ധൈര്യമുണ്ടെങ്കിൽ മുനീറായാലും കേൾക്കണ്ട, ഹാരിസായാലും തിരക്കടില്ല, ആ ഉത്തരം ഒന്ന് കാണിക്കും. ജിന്നിനെയും മലക്കെയും വിളിച്ച് തേടാമെന്ന് ഞങ്ങൾ പറഞ്ഞ ഉത്തരൻ ഇപ്പൊ കാണിക്കണം. ഇത് കീഴിൽ കൊണ്ടുവന്നോളി. പച്ച നുണയും പറഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് ഞങ്ങളത് പറഞ്ഞത്? ആ കൊണ്ടുപോയി ആ ഉത്തരനെ കാണിക്കും. ജിന്നിനെയും മലക്കിനെയും വിളിച്ചു തേടാം എന്ന് എവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്? ആ കൊടുത്തോളി, അത് വായിക്കും. എന്നിട്ട് വായിക്കും. ആ മുനീറേജ് എന്നതിൽ പ്രാർത്ഥന എന്ന വാചകമില്ല. അത് കളവ് പറഞ്ഞത് മനസ്സിലായി. പ്രാർത്ഥന എന്ന വാചകം അതിലില്ല. സഹായം എന്നാണ് പറഞ്ഞത്. അതൊന്ന് വായിക്കും. പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള സഹായത്താണല്ലോ പ്രാർത്ഥന എന്നില്ല. എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നില്ല. അല്ല, സുന്നികൾ ഇസ്തിഗാസ എന്ന് പറഞ്ഞ എന്തിനെ പറ്റിയാ? നമ്മൾ തമ്മിലാണ്. അതെ, നമ്മൾ തമ്മിലാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദ്യശേഖരെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണത് ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് പറയും, ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് എവിടെ പറഞ്ഞത്? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായതേട്ടം. വൈദ്യശേഖരെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണത് ഇസ്തിഗാസയാണ്. അപ്പൊ സഹായതേട്ടം എന്ന് പറയും, ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഗാസല്ലേ? അത് ശിർക്കാണ്. മലക്കയെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. അത് എവിടെ പറഞ്ഞത്? സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. സുഹൃത്തുക്കളെ, മലക്കുകളെപ്പോ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല. കാരണം എന്താ? മലക്കുകൾക്ക് അതിന് കൈ കൊടുത്തിട്ടില്ല. ജിന്നുകളെ വിളിച്ചു തേടിയാൽ ഉത്തരം കിട്ടൂല, കാരണം ജിന്നുകൾക്ക് അതിന് കൈ കൊടുത്തിട്ടില്ല. പക്ഷെ അവരെ കഴിവിൽപ്പെട്ട കാര്യത്തിൽ തന്നെ സഹായം ചോദിക്കാൻ പറ്റുമോ എന്ന് ഇപ്പൊ ചില ആളുകൾ ചോദിച്ചല്ലോ. മലക്കുകൾക്ക് അതിനൊന്നും കഴിയില്ല. കാരണം മലക്കുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച റൂട്ട് ഒരു യന്ത്രത്തെ പോലെ അല്ല എന്തേ കൽപ്പിച്ചു, അതങ്ങനെ ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് ഇഖ്തിയാറില്ല, സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാൻ കഴിയില്ല. ജിന്നുകൾ അങ്ങനെയല്ല, മനുഷ്യരെ പോലെ തന്നെ ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. പക്ഷെ അവരോട് നമുക്കിപ്പോൾ ഒരാൾ ചോദിക്കാണ്, ഡോക്ടറോട് സഹായം ചോദിക്കുന്ന പോലെ ഇവിടെയൊക്കെ മുസ്ലിം ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഓരോട് നമുക്ക് സഹായം ചോദിക്കാൻ പറ്റുമോ? സഹായം ചോദിക്കാൻ അവരെ നമുക്ക് കീഴ്പ്പെടുത്തി തരികയും അവരെ നമുക്ക് സഹായികളായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടില്ല. സത്യനിഷേധികൾക്ക് ശൈത്താന്മാരെ സഹായികളാക്കി എന്ന് പറയല്ലാതെ സത്യവിശ്വാസികൾക്ക് മുസ്ലിം ജിന്നുകളെ സഹായത്തിന് കിട്ടുന്ന ഖുർആനിലും ഹദീസിലും എവിടെയും പറഞ്ഞിട്ടില്ല. അവരുമായി നമുക്ക് ബന്ധപ്പെടാനോ അവരെ ഉപയോഗപ്പെടുത്താനോ നമുക്ക് യാതൊരു സാധ്യതയില്ല. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല ജിന്നിനോട് സഹായം തേടാമെന്ന്. സക്കരിയ സലാഹി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആവൂല. തെളിവ് തരും, സ്ക്രീനിൽ നോക്കിക്കോ. ഇവരൊക്കെ ഈ ശിർക്കിനെ നിലനിർത്താനാ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ അവസാനം നമ്മളെ വരുന്ന ഒരു ആരോപണം, ജിന്നുകളെയും മലക്കളെയും വിളിച്ചു തേടാന്ന് ഇപ്പൊ നിങ്ങളും പറയാൻ തുടങ്ങിയില്ലേ. നിങ്ങൾ എങ്ങനെ ഞങ്ങളേറ്റ് വാദപ്രതിവാദം നടത്തുക? എവിടെയാ പറഞ്ഞത്? കൊണ്ടുവാ. ഏത് കുബൂരി കൊണ്ടെന്നാലും തിരക്കടില്ല. കുബൂരികളുടെ വാലാട്ടികളായി നടക്കുന്ന മാടൂരികൾ കൊണ്ടെന്നാലും തിരക്കടില്ല. ആര് കൊണ്ടെന്നാലും സമ്മതം. സക്കരിയ സലാഹി ജിന്നുകളെയും മലക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ഈ മൈക്കിന്റെ പരിധിയിലുള്ള മുഴുവൻ മടവൂരികളെയും വെല്ലുവിളിക്കുന്നു. നിങ്ങൾ കൊണ്ടുവാ, ഒരു ക്ലിപ്പ് കൊണ്ടുവാ, അല്ലെങ്കിൽ ലേഖനം കൊണ്ടുവാ. ഈ ഒരു 84-85 കാലം മുതൽ തൗഹീദിനു വേണ്ടി പൊതുരംഗത്ത് പ്രസംഗിച്ച് നടക്കുന്ന ആളെ, എന്റെ ഈ ചെറുപ്രായത്തിൽ 10-25 കൊല്ലം ഞാൻ നേരത്തെ പറഞ്ഞ എത്രയോ വാദപ്രതിവാദങ്ങൾ പങ്കെടുത്തിട്ട് എന്നെ പറ്റി അത് പറഞ്ഞാൽ മുജാഹിദ് കേരളം വിശ്വസിക്കൂല. പിന്നെ 1000 നുണ ഒരുപാട് സ്ഥലത്ത് നിന്ന് ഒപ്പം പറഞ്ഞാൽ, ഗീബൽസിന്റെ തന്ത്രം അതാണല്ലോ, ഒരുപാട് ആളുകൾ ഒരു നുണ പറഞ്ഞാൽ അപ്പൊ ആളുകൾ അത് വിശ്വസിക്കും. ആട്ടിനെ പട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരാൾ ആടിനെയും പിടിച്ചിങ്ങനെ പോവുക. അപ്പൊ ഒരാൾ ചോദിച്ചു, നിങ്ങൾ എവിടുക്ക ഈ നായിനെയും കൊണ്ടുപോണ്? നായോ ആടല്ലത്. പിന്നെയും കുറേ പോയപ്പോ നിങ്ങൾ എവിടെ ഈ നായിനെയും കൊണ്ടുവരുന്നു? അപ്പൊ ഇനിയും നോക്കി കുറെ കഴിഞ്ഞ് മൂപ്പരിക്കണ്ട, അത് നായെന്നെ ഏക്കും. അങ്ങനെ ഞങ്ങൾക്ക് തോന്നൂല. മനസ്സിലായി നിങ്ങൾക്ക്? അങ്ങനെ ആട്ടിനെ പട്ടിയാക്കാൻ നിങ്ങൾ വിചാരിക്കണ്ട. ഞങ്ങൾ ഈ തൗഹീദിനു വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൽ ആർക്കും അങ്ങനെ ഒരു വാദം തന്നെ ഇല്ല. സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദമുണ്ട് എന്ന് നിങ്ങൾ എല്ലാരും കൂടി 4 ഭാഗത്തുനിന്നും ഒപ്പം നുണറിഞ്ഞാല്, അപ്പൊ അങ്ങനെയുള്ള ഒരു നുണ ഇവിടെ പറഞ്ഞാൽ അപ്പ ആ നുണ മെസ്സേജ് ആയിട്ട് കാസർഗോഡെത്തി, മംഗലാപുരത്തി, പാലക്കാടെത്തി, തിരുവനന്തപുരത്തി, ആലപ്പുഴെത്തി, എല്ലാ മടവൂരികളെ മൊബൈലിലും ഒരേ നുണ, ഒരേ അച്ചു നിരത്തിയ നുണ.
കണ്ടോ? എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സക്കരിയ സലാഹി മാത്രമല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഷാർജ മുഖാമ നടത്തി ഹുസൈൻ സലഫിയോട് ഇതുപോലെ ചോദ്യം ചോദിച്ചു. ചോദ്യത്തിന് വ്യക്തമായി സലഫി നൽകിയ മറുപടി, അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് പോയപ്പോ ഇതുപോലെ വഴിതെറ്റി. അപ്പൊ ഇതുപോലെ തന്നെ വഴിതെറ്റിയപ്പോ വഴി കാണിച്ചു തരണേ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന് വഴി തെളിഞ്ഞു എന്നൊരു സംഭവം ഉണ്ട്. അത് സ്വഹീഹാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിൽ തെളിവില്ല. ഇതുപോലെ മറുപടി. സുബ്ഹാനല്ലാഹ്, ഒരു ദൃഷ്ടാന്തം പോലെ ഇന്നും അത് ബാക്കിയായി. കേട്ടോളൂ നിങ്ങൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഹജ്ജിന് നടന്നു പോകുന്ന സന്ദർഭത്തിൽ വഴിതെറ്റി പോവുകയും ആ സന്ദർഭത്തിൽ മരണപ്പെട്ടവരെ വിളിച്ച് സഹായം തേടിയതായി ഇമാം ഇബ്നു കസീർ ബിദായയിൽ പറയുന്നുണ്ടല്ലോ. വഴിതെറ്റിയാൽ ഇങ്ങനെ വിളിച്ചു തേടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി സഹിയായ ഹദീസിലും കാണാം. യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന്. മൗലവിക്ക് എന്ത് പറയാനുണ്ട്? മൗലവിക്ക് കുറെ പറയാനുള്ളത്, ഒന്ന്, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജിന് പോകുമ്പോ വഴിതെറ്റിയപ്പോ മഹാത്മാക്കളായ ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഇബ്നു കസീറിലുണ്ട് എന്നാ പറഞ്ഞ്. പച്ച കളവാണ്. അങ്ങനെ ഇബ്നു കസീറിലില്ല. പിന്നെന്തുണ്ടായി? ആ റിപ്പോർട്ട് തന്നെ നേരാണെങ്കിൽ അതിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ഹജ്ജിന് പോകാറുണ്ട്. ഒരിക്കലും ഇങ്ങനെ നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴി അറിയാതായപ്പോ, നമ്മളുടെ ഒരു സ്ഥലത്ത് കൂടി നടന്നു പോകുമ്പോ വഴി അറിയില്ലെങ്കിൽ വഴി അറിയുന്നവരാരെങ്കിലും ഉണ്ടോ എന്നൊരു വിളി വിളിച്ച്, ആരാണ് കേൾക്കണമെങ്കിൽ വന്നിട്ട് വഴി കാണിച്ചു കൊടുക്കണം. പരിചയമില്ലാത്ത നാടാണ്. അങ്ങനെ അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അവിടെ വഴി ശരിക്കും മനസ്സിലാവുകയും ചെയ്തു. ഇതേ ബിദായയിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ സനദോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിശോധിക്കാതെ തന്നെയാണ് ഈ പറയുന്നത്. ഉണ്ടെങ്കിൽ തന്നെ യാതൊരു കുഴപ്പമില്ല. പക്ഷേ അത് മരണപ്പെട്ട ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചതായിട്ട് അവിടെ രേഖയില്ല. ഇനി നിങ്ങൾ ആരെയൊക്കെ മുശ്രിക്കാക്കുക? ആരെയൊക്കെ നിങ്ങൾ മുശ്രിക്കിന്റെ ലിസ്റ്റിൽ പെടുത്തുക? ഇവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവരൊക്കെ മുശ്രിക്ക് പട്ടവും ചമച്ചുകൊണ്ട് മാറ്റി നിർത്തിയാൽ സഹോദരങ്ങളെ, കേരളക്കരയിൽ ഈ ദഅവാ പ്രവർത്തനത്തിൽ ഇന്നും വിയർത്തൊലിക്കുന്ന ആളുകൾ ആരാണ് നിങ്ങൾക്കറിയില്ലേ? അപ്പൊ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ആദർശത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ ഇത്തരക്കാരായ ആളുകളെ മാനസികമായി ഒന്ന് പിന്തുണച്ചൂടെ, മുശ്രിക്കാക്കി ചിത്രീകരിക്കാതെ. അപ്പൊ വളരെ വ്യക്തമായി അദ്ദേഹം പറയുകയാണെന്ത്, അങ്ങനെ ഇബ്നു ഹംബൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിക്കലും അത് പ്രാർത്ഥനയുടെ പരിധിയിലേക്കുള്ള വിളിയല്ല. ചരിത്രം പരിശോധിക്കാതെ തന്നെയാണ് പറയുന്നത്. എന്നാൽ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ള കള്ളക്കഥയാണ്. അദ്ദേഹം വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വഴി തെളിഞ്ഞും ചെയ്തു എന്നാണ്. അപ്പൊ തൗഹീദിന്റെ നിർവ്വഹണമായ ഇബ്നു ഹംബലൊക്കെ ശിർക്കിലേക്ക് പോയി എന്ന് ഒരിക്കലും ഹുസൈൻ സലഫിക്കും ബാധല്ല, ഒരാൾക്കും ബാധല്ല. അങ്ങനെ ലോകത്താരും ബാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഹദീസിന്റെ വിശദീകരണം ഹുസൈൻ സലഫി വിശദീകരിക്കും. അതുകൂടെ കേട്ടോളൂ. യാ ഇബാദല്ലാഹ് അഗീസൂനി, നിങ്ങൾ എവിടെങ്കിലും പെട്ടാൽ യാ ഇബാദല്ലാഹ് അഗീസൂനി എന്ന് വിളിച്ചോളിൻ എന്ന് പറയുന്ന ആ സംഭവം ലഈഫാണ്, അത് ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ആ ഹദീസ് കൂടി വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അത് തൊബ്രാനിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. അതിന് മുഴുവൻ കേട്ടോളൂ. ഇദാ അവല്ലാഹുക്കും ഷൈഅൻ, നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വഴിപിഴച്ചാൽ, ഔ അറാദഹുക്കും ഗൗസൻ, നിങ്ങൾ വല്ല സഹായം ഉദ്ദേശിച്ചാൽ, വഹുവ ബിഅർളിൻ ലൈസ ബിഹാ അനീസുൻ ഫൽയഖുൽ യാ ഇബാദല്ലാഹ് അഗീസൂനി അഗീസൂനി, എന്നെ സഹായിക്കേ എന്നെ സഹായിക്കേ എന്ന് പറയാ. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോ എന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അവിടെ നിന്നും ആരാ കേൾക്കണമെങ്കിൽ അവർ വന്നോട്ടേണെങ്കിൽ ഹദീസ് ശരിയാണെങ്കിലും ഉണ്ടാവുള്ളൂ. നമ്മളൊരു സ്ഥലത്ത് അപകടത്തിൽപ്പെട്ടാൽ മണ്ടിയരേന്ന് പറയും, ഇന്നെ രക്ഷിക്കോ എന്ന് പറയും. ആരോടെയുമില്ല, കേൾക്കണവർക്ക് ആർക്കും വന്നിട്ട് രക്ഷപ്പെടുത്താം. അതിലപ്പുറം മരണപ്പെട്ടു പോയ മഹാത്മാക്കളെയോ അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ചുവന്നോ വിളിക്കാനോ ഇനി ഹദീസ് സഹിയാണ് ആരെങ്കിലും ഉരുണ്ട് തരണ്ട് ഒപ്പിച്ചാൽ തന്നെ അത് തെളിവല്ല. ഹദീസാണെങ്കിൽ അത് തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ലഈഫുമാണ് എന്ന് പണ്ഡിതന്മാര് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു ലഈഫായ ഹദീസാണ്. അതാണ് ഓരോ ആധികാരികമായും പ്രമാണത്തെ മനസ്സിലാക്കി മറുപടി കൊടുക്കുന്നവരുടെ നിലവാരം. കണ്ടില്ല നിങ്ങള്? ഹദീസ് ലഈഫാണ്, പോളാവുന്നെന്ന് പറഞ്ഞ് ചീത്തറിഞ്ഞ് വിടില്ല. ഇനി അത് സ്വഹീഹ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ തെളിവില്ല. കാരണം ആ വിളി ശിർക്കിലേക്ക് എത്തുന്നില്ല. ആ വിളി ശിർക്കിലേക്ക് എത്തുന്നില്ല എന്ന് തന്നെയാണ് സഹോദരങ്ങളെ ഇസ്ലാഹ് മാസിക എഴുതിയത്, ജബ്ബാർ മൗലവി പറഞ്ഞത്, അനസ് മൗലവി പിന്തുണച്ചത്, കായക്കോട് ഇസ്തിഖാമ പരിപാടിയിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തി പറഞ്ഞത്. അത് തന്നെയാണ് മണ്ണാർക്കാട് സംവാദത്തിൽ സക്കരിയ സലാഹി വ്യക്തമാക്കിയത്. അത് തന്നെയാണ് കാസർഗോഡ് വെച്ചും ആ രൂപത്തിലുള്ള മറുപടിക്ക് കൃത്യമായി ഉത്തരം നൽകിയത്. ഇനിയും നിങ്ങൾക്ക് ആരെയാ വേണ്ടത്?
ഇനി നിങ്ങൾ ശിർക്കിന്റെ വലയത്തിൽ കെട്ടുമ്പോൾ ഈ തരത്തിലുള്ള ഊതി വിരിപ്പിച്ച ബലൂൺ ഇവിടെ കാറ്റഴിക്കാൻ പോവുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പ്രബോധന മേഖലയിൽ തിളങ്ങി നിന്നിരുന്ന അബ്ദുറഹിമാൻ സലഫി അദ്ദേഹം പോലും വ്യക്തമായി തന്റെ ശിഷ്യന്മാർക്ക് ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയപ്പോൾ പഠിപ്പിച്ചു കൊടുത്ത എന്താ നിങ്ങൾ ഇതിന്റെ യഥാർത്ഥ വസ്തുത, അഥവാ ഇത്ര നേരം നാം കാട്ടിരുന്ന അതേ വിഷയത്തിന് ഒരു മാറ്റവുമില്ല. അഥവാ ജബ്ബാർ മൗലവി പറഞ്ഞ വിഷയം, അതുപോലെ തന്നെ ഇസ്ലാം മാസിക, അനസ് മൗലവി, കായക്കൊടി, അതുപോലെ തന്നെ സഹോദരങ്ങളെ ഷാർജ മുഹമ്മദ് ഹുസൈൻ സലഫിയും പറഞ്ഞു. അതേപോലെ വ്യക്തമായ ആ വിഷയത്തിൽ അബ്ദുറഹിമാൻ സലഫിയും മറുപടി പറയുന്നു. ഒരാൾക്കും ഇതിൽ വ്യത്യസ്ത നിലപാടില്ല, എല്ലാം ഒന്ന്. അതുകൊണ്ട് ഈ ആദർശത്തെ ഊതിക്കെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇൻഷാ അല്ലാഹ് കേട്ടോളൂ. അസ്സലാമു അലൈക്കും. വിജനമായ സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുന്നത് ശരിയാണോ? മടവൂരികൾ നമ്മളെ സംബന്ധിച്ച് ആദ്യമൊക്കെ നമ്മൾ മനുഷ്യ കഴിവിനപ്പുറം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നിർവചനം നൽകിയെങ്കിൽ ഈ ജിന്നിന്റെ വിഷയം വന്നതിന് ശേഷം മനുഷ്യ സൃഷ്ടികൾക്കപ്പുറം എന്ന് പറയുന്നുണ്ട്. ഈ വാദം ശരിയാണോ? അവർ ഉന്നയിക്കുന്നതിന് എന്താണ് മറുപടി പറയുക? നമ്മൾ ഉപയോഗിച്ച ഒരു വാചകവും തിരുത്തേണ്ട ആവശ്യമില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലാണ്, പണ്ടത്തെ പ്രയോഗങ്ങളെക്കാൾ നല്ല ചില പുതിയ പ്രയോഗങ്ങൾ എന്നുള്ള നിലക്ക് ആരെങ്കിലും ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം. മനുഷ്യ കഴിവിന് അതീതമായ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ ഒരു സൃഷ്ടിയാണ്. അപ്പൊ ഒരു മനുഷ്യനോട് അവന്റെ കഴിവിന് അതീതമായ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിന് അതീതമായ കാര്യങ്ങൾ ആവശ്യപ്പെടുക എന്നതുകൊണ്ടുള്ള വിവക്ഷ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ പ്രാപഞ്ചിക നിയമങ്ങൾക്ക് അതീതമായ കാര്യങ്ങളിൽ അവരോട് സഹായം ആവശ്യപ്പെടുക, പ്രാർത്ഥിക്കുക എന്നതാണ്. അതാണ് ശിർക്ക്. അപ്പൊ മുമ്പ് ഉപയോഗിച്ച വാചകങ്ങൾ തിരുത്തേണ്ടതോ അങ്ങനെ തിരുത്തുന്ന ഒരവസ്ഥയോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. നമ്മളൊക്കെ എപ്പോഴും ആ പണ്ട് പറഞ്ഞ അതിനെ പറയാറുള്ളത്. അതിങ്ങനെ ആരെങ്കിലും എഴുതുമ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ചില ആളുകൾ ഇത്തരം സംശയങ്ങളും ചോദ്യങ്ങളുമായിട്ട് കൂടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് തിരുത്തേണ്ട ഒരാവശ്യമല്ല. ഇനിയിപ്പോ ഒരാൾ മനുഷ്യ കഴിവിന് അതീതമായ എന്നതിന് പകരം സൃഷ്ടികളുടെ കഴിവിന് അതീതമായ എന്ന് എഴുതിപ്പോയാൽ ആദ്യം പറഞ്ഞത് തെറ്റും രണ്ടാമത്തേത് ശരിയും എന്ന് അതിന് അർത്ഥമില്ല. ഇതുകൊണ്ട് രണ്ടും പരസ്പര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നുമില്ല എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഒരു വിജനമായ സ്ഥലത്ത് ഒരാൾ ചെന്നുപെട്ടാൽ അവിടെ വല്ല ജിന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ചെന്നിട്ട് നിങ്ങൾ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ, മിൻ ഹൈസു ലാ തറൗനഹു ഇന്നഹു ഹുവ യറാക്കും വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നിങ്ങൾ നോക്കിയാൽ കാണൂലല്ലോ. അവ നമ്മളിങ്ങനെ നോക്കിയാൽ കാണുന്ന ആളുകളല്ല അവർ. പിന്നെ ഒരു വിജനമായ സ്ഥലത്ത് ചെന്ന് നമ്മൾ വിളിക്കുമ്പോ യഥാർത്ഥത്തിൽ ആ പ്രയോഗം ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, വേറെ ഒന്നുമില്ല, ആരും കാണാത്തൊരു സന്ദർഭത്തിൽ ഒരു ബേജാറാകുന്ന ഘട്ടത്തിൽ ഒരാള് മണ്ടിയേരിയോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഇവിടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ മണ്ടിയേരിയോ എന്ന് പറഞ്ഞാണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വരിക. അപ്പൊ അയാൾക്ക് ഒരു അപകടം വരികയാണ്. ആ സന്ദർഭത്തിൽ ഇങ്ങനെ വിളിച്ചാൽ അത് മലക്കിനെയാണ്, ഔലിയാക്കന്മാരെയാണ്, മരിച്ചോലെയാണ്, ജിന്നിനെയാണ്, ഷെയ്ത്താനെയാണ്, കുടുംബക്കാരെയാണ്, വാപ്പാനെയാണ്, ഉമ്മാനെയാണ്, ഇങ്ങനെ പലതും പലർക്കും വിചാരിക്കാം. ഈ വിളിച്ച ആളോ ആരാണ് എന്റെ വിളി കേൾക്കുന്നതും എന്നെ സഹായിക്കാൻ കഴിയുന്നതുമായിട്ടുള്ളത്, അവരെ സഹായം എനിക്ക് കിട്ടട്ടെ എന്നേ നേർക്ക് നേരെ അതിന് അർത്ഥമുള്ളൂ. സഹായം മനുഷ്യന് മലക്കുകളിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട്. ഹഫളത്തിന്റെ സഹായം മനുഷ്യന് കിട്ടുന്നുണ്ട്. അത് ഹഫളത്തിനെ വിളിച്ചിങ്ങാണ്ട് എന്നെ സഹായിക്കുമോ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കും, സഹായം ചോദിക്കും ചെയ്തിട്ടല്ല അത് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ ജിന്ന് വർഗത്തിൽപ്പെട്ട ആളുകളോട് ആ പറഞ്ഞ രീതിയിലേക്ക് പോകാനൊട്ട് പാടില്ല. മനുഷ്യന്മാരെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളോട് അഭയം തേടാറുണ്ടായിരുന്നു, രക്ഷ തേടാറുണ്ടായിരുന്നു. ഫസാദൂഹും റഹഖാ. അത് ഖുർആൻ എടുത്ത് വിമർശിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനും പാടില്ല. ഇത്ര വിശദീകരിച്ച് സക്കരിയ സ്വലാഹിയോ ഹുസൈൻ സലഫിയോ അതുപോലെ തന്നെ ജബ്ബാർ മൗലവിയോ ഇസ്ലാം ആസിയോ പോലും പറഞ്ഞിട്ടില്ല.
അത്ര വിശദീകരിച്ചുകൊണ്ടാണ് അബ്ദുറഹിമാൻ സലഫി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. എന്തുകൊണ്ടാണ് ഒറ്റടിക്ക് വഈഫാണ്, അത് ചിന്തിക്കണ്ട പറയണ്ട എന്ന് പറഞ്ഞിട്ട് ആണ് തട്ടിവിടാതെ വിശദീകരിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പൊ തൗഹീദ് അറിയുന്ന, അത് വിശദീകരിക്കുന്ന ഒരാള് കൃത്യമായി ഇത്തരത്തിലുള്ള ശിർക്കിന്റെ വികലവാദങ്ങളെ മുനയൊടിക്കുമ്പോൾ, അതിലേക്ക് ഇവർ തെളിവാക്കി കൊണ്ടുവരുമ്പോൾ അതിന്റെ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പരാമർശിക്കേണ്ടി വരും. ഇപ്പൊ അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാവും പിതാവും നരകത്തിലാണോ എന്ന് മുജാഹിദുകൾ പറയുന്നു എന്ന് പറഞ്ഞ് നാട് നീളം മുസ്ലിയാക്കന്മാർ പറഞ്ഞു നടക്കും. നമുക്കങ്ങനെ റസൂലിന്റെ മിമ്പാപ്പി നരകത്തിലാണെന്ന് ഇങ്ങനെ പറഞ്ഞു നടക്കാൻ താല്പര്യം ഉണ്ടായിട്ടാ അല്ല. ഇവർ നമ്മെ പറ്റി ആരോപിക്കുമ്പോൾ നിങ്ങൾ ആരോപിക്കണ്ട, ഇത് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ്. സ്വഹീഹ ഹദീസിലുണ്ട്. ഇമാം നബവി തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ പോലും മുശ്രിക്കുകളുടെ ഖബർ സന്ദർശിക്കുന്നതിന് തെളിവാക്കി ധരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ ഖബർ റസൂലിനെ സന്ദർശിച്ചു, ഇസ്തിഗ്ഫാറിന് അവസരം കൊടുത്തില്ല എന്ന ഹദീസാണ്. അപ്പൊ ഇത് നമ്മളെ പേരിൽ ആരോപിക്കേണ്ട, സത്യം പറയും എന്ന പോലെ ഈ വിഷയത്തിൽ ശിർക്ക് സ്ഥാപിക്കാൻ ദുർബല ഹദീസ് കൊണ്ടുവന്നപ്പോൾ അതിന്റെ വസ്തുത പറഞ്ഞതാ. അതുമ്മലെ ആശയധാരികൾ കൊണ്ട് പറഞ്ഞ മലമൂരികൾ പടുത്തുയർത്തി കൊണ്ടുവന്ന ഒരു വീർപ്പൻ ബലൂണിത ഇവിടെ കാറ്റൊഴിച്ചിരിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, വിജനപ്രദേശത്ത് വെച്ച് ജിന്നിനെ വിളിച്ചു തേടാന്നുള്ള വാദം ഞങ്ങൾക്കുണ്ട് എന്നല്ല. എന്നാ വാദം ഇല്ലാന്ന് ഇവിടെ തെളിഞ്ഞു. എന്നാ മലക്കിനെ വിളിച്ചു തേടാന്നുള്ള വാദം നിങ്ങൾക്കുണ്ട്. ബഹുമാന അനസ് മൗലവി തന്നെ അത്തൗഹീദ് എന്ന മാസിക ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ വാദം സ്ഥിരപ്പെടുത്തുന്നത് കേട്ടോളൂ. ഇത് അത്തൗഹീദാണ്, നിങ്ങൾ ഇറക്കിയതാണ്. ഇതിലെന്താ ഉള്ളത് കേട്ടോളൂ. ഇതിൽ മലക്കുകൾ പ്രപഞ്ചത്തിന്റെ സജീവ സാന്നിധ്യം, മലക്കുകൾ പ്രപഞ്ചത്തിന്റെ സജീവ സാന്നിധ്യം, അങ്ങനെ ഒരു ലേഖനമുണ്ട് ഇതില്. ഈ ലേഖനത്തിൽ എന്താ പറയുന്നത് കേട്ടോളൂ, കേട്ടോളൂ. ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. ജന്തുക്കൾ അറിയും ആ വിവരം. മാത്രമല്ല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക. മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ ഉറക്കെ വിളിക്കുക. മലക്കുകൾ രക്ഷക്കെത്തും. കേട്ടോ, മലക്കുകൾ രക്ഷക്കെത്തും. അപ്പോ മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോടാണെന്ന് അള്ള പറയുമ്പോ, അതേ മുജാഹിദ് പ്രസ്ഥാനത്തെ നടുകപ്പിളർത്തി പുറത്തു പോയിട്ട് ഇറക്കിയ തൗഹീദ് മാസികയിലാ എഴുതിയത്, വിജനപ്രദേശത്ത് അഥവാ മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ മലക്കുകളെ വിളിച്ചന്വേഷിക്കോ, ഉറക്കെ വിളിച്ചന്വേഷിക്കോ. അല്ല മലക്കുകളെ എന്ന് വിളിച്ചോളൂ. അങ്ങനെ ഉറക്കെ വിളിച്ചാൽ മലക്കുകൾ രക്ഷക്കെത്തും എന്നാ പറയുന്നത്. അപ്പൊ ഒരു മറുപടി, എന്താ വല്ലാത്ത കുടുക്കാണല്ലോ പടച്ചോനെ, ഇത് വേണ്ടാത്ത പഠിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പ്രസ്ഥാനം വേറെയാണ്. ഇത് തൗഹീദി പ്രസ്ഥാനമാണ്, ഇത് ആദർശ പ്രസ്ഥാനമാണ്. ഇതിനെ തൊട്ട് കളിച്ചവരെ റബ്ബ് വിട്ടിട്ടില്ല. പഠിച്ചു വെച്ചോ, മനസ്സിലാക്കിക്കോ. ഇത് ആദർശ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം, അറിയണം. എന്താണെന്നറിയോ ഇതിൽ കുടുങ്ങിയിട്ട്, അതേ നമ്മുടെ, ഞാൻ ആലോചിച്ച് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ അലിമുസ്ലിയാർ പറയാണ് കേട്ടോളൂ. അദ്ദേഹത്തിന്റെ മറുപടി, ഇതിന് ന്യായം അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയട്ടെ. ഇനി ഇതേ വാദത്തിൽ തെളിവായിട്ട് നിങ്ങൾ ഉദ്ധരിക്കാറുള്ളത് അത്തൗഹീദ. ഒന്ന്, അതെന്തേ പറയാതിരുന്നതാവാം. അത്തൗഹീദ് 2004 ഏപ്രിൽ മാസത്തിൽ ഇതിൽ മലക്കുകളോട് വിളിച്ചു തേടാമെന്ന് എഴുതിയിട്ടുണ്ട്. കെ മുഹമ്മദ് സുല്ലമി അങ്ങനെ എഴുതിയിട്ടില്ല. നേരെ മറിച്ച് കെ മുഹമ്മദ് സുല്ലമി എഴുതിയത്, ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ആരെ ഉറക്കെ വിളിച്ചന്വേഷിക്കുക? തൗഹീദ് ഉൾക്കൊണ്ടവൻ അള്ളാനെ വിളിക്കും. അള്ളാനെ വിളിച്ചാൽ അള്ള മലക്കുകളിലൂടെ സഹായിച്ചേക്കാം. അതാണ് യഹ്ഫദൂനഹു മിൻ അംരില്ലാ എന്ന് ഖുർആൻ പറഞ്ഞത്. ബദർ യുദ്ധത്തിൽ മലക്കുകളിലൂടെ അള്ള സഹായിച്ചിട്ടുണ്ട്. അത്രേ കെ മുഹമ്മദ് സുല്ലമി എഴുതിയിട്ടുള്ളൂ. വല്ലാത്ത തൊലിക്കെട്ടിയാണ്, വല്ലാത്ത തുറവിയാക്കാനാണ്. ഉറക്കെ വിളിക്കാൻ പറഞ്ഞത് അള്ളാനെയാണ്. ഇതാ ഖുർആൻ അതാ പറഞ്ഞ, എന്താ ഉദൂ റബ്ബക്കും തളർറുൻ വഖുഫിയ, പടച്ചോനെ പതുക്കെ വിളിച്ചോതാ. ഉറക്കെ വിളിക്കേണ്ടത് പടച്ചോനെയാണോ? പടച്ചവരെ വിളിക്കാനാണെങ്കിൽ ഉറക്കെ വിളിക്കണോ, പതുക്കെ വിളിക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഉദൂ റബ്ബക്കും തളർറുൻ വഖുഫിയ, ശബ്ദം താഴ്ത്തി പതുക്കെ വിളിച്ചോ റബ്ബിനേതാ. ഇവിടെ ഉറക്കെ വിളിക്കാൻ പറഞ്ഞത് ആരെ? മലക്കിനെ തന്നെ വിടൂല ഞങ്ങൾ. കാര്യം എന്താ? ബാക്കി വായിച്ചോ, ചുവട്ടിൽ വായിച്ചോ. എന്ത്? ഒറ്റക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവനും, കണ്ടോ, വിളിക്കാൻ മാത്രല്ല, ഒറ്റക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവനും ഉറക്കെ ബാങ്ക് കൊടുക്കുക, മലക്കുകൾ നമസ്കരിക്കാനെത്തും. അല്ലെത്തുന്നല്ല,
ഉറക്കെ വിളിക്കണം, ബാങ്ക് ഉറക്കെ വിളിക്കണം. കാരണം എന്താ? മലക്കുണ്ടെങ്കിൽ കേൾക്കണം, മലക്ക് വരും നിസ്കരിക്കാൻ കൂടെ. അതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് ബാങ്ക് കൊടുക്കുമ്പോഴും ഉറക്കെ വിളിച്ചോളൂ, എങ്കിലും മലക്കുകൾ നിസ്കരിക്കാനെത്തും. അപ്പൊ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള അനവധി പ്രസിദ്ധീകരണങ്ങളും പ്രസംഗങ്ങളും എല്ലാം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് കേൾപ്പിക്കാനുണ്ട്. അപ്പൊ ഞങ്ങൾ ശിർക്കിലേക്ക് എത്തി പിഴച്ചുപോയി എന്ന് നിങ്ങൾ ഞങ്ങളിലേക്ക് ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നിങ്ങളുടെ നെഞ്ചത്തെ കാണുന്ന